എല്ലാവർക്കും ലിയാദീസ് വേണ്ട പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു ഡേ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. അപ്പോൾ രാവിലെ തന്നെ പള്ളിയിൽ പോകണം. അപ്പോൾ എല്ലാവരും നേരത്തെ എണീറ്റിട്ടുണ്ട്. അപ്പോൾ ആദ്യകുട്ടി ലിയാമ്മയൊക്കെ ഒരുങ്ങാൻ പോയിരിക്കുകയാണ്. അപ്പോൾ രാവിലെ ചായയൊക്കെ കൂടി കഴിഞ്ഞു. ഇപ്പോൾ ഒരു 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പുറത്തെ കുറച്ച് കാഴ്ചകൾ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ നമ്മുടെ ഇവിടെ പെയിൻ്റ് അടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് പെയിൻ്റൊക്കെ അധികം വന്നത് നമ്മൾ ചെടിച്ചട്ടിയിലൊക്കെ അടിച്ച് നമ്മുടെ ചെടിച്ചട്ടി എല്ലാം ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും ഇനി പള്ളിയിൽ പോകാനായിട്ട് ഒരുങ്ങട്ടെ. അങ്ങനെ നമ്മൾ പള്ളിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ പള്ളിയിൽ വരുന്ന വഴിക്ക് നമ്മൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മുടെ ഇവിടെ ഏരിയയിൽ കുറച്ച് പട്ടിശല്യം കൂടുതലാണ്. അപ്പോൾ അത് കാരണം നമ്മൾ സൂക്ഷിച്ച് വേണം റോഡിൽ കൂടെ നടന്നു വരാൻ കേട്ടോ. അപ്പോൾ നമ്മളിവിടെ തങ്കശ്ശേരി പള്ളിയിലാണ്, തങ്കശ്ശേരി ഇൻഫൻറ്റ് ജീസസ് കത്തീഡ്രലിലാണ് നമ്മൾ പോകുന്നത്. അതാണ് നമ്മുടെ ഇടവക പള്ളി. അപ്പോൾ പള്ളിയുടെ അകത്തെ കാഴ്ചകളാണിതൊക്കെ. അപ്പം ആൾക്കാരൊക്കെ എത്തി വരുന്നതേ ഉള്ളൂ നേരത്തെ ആയതുകൊണ്ട്. പിന്നെ നമ്മൾ സ്ഥിരം ഇരിക്കുന്ന ബെഞ്ചുണ്ട്, നമ്മൾ അവിടെ പോയി ഇരിക്കുകയാണ്. ബാക്കി കുർബാന കഴിഞ്ഞിട്ട് കാണാമേ. കുർബാനയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇപ്പം മണി 9 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇവിടെ നമ്മുടെ ഓരോ യൂണിറ്റുകാരാണ് ഓരോ ദിവസത്തെ ഞായറാഴ്ച സൺഡേയിലെ മാസ് നടത്തുന്നത്. അപ്പോൾ അവർ ഇത് കുർബാന കഴിയുമ്പോഴത്തേക്കും നമുക്ക് സ്നാക്സും കാപ്പി എന്തെങ്കിലും കാണും കുടിക്കാൻ വേണ്ടി. അപ്പോൾ അത് നമ്മളെല്ലാവരും മേടിച്ച് കഴിക്കാറുണ്ട്. അപ്പോൾ അതെല്ലാം മേടിച്ച് കഴിക്കുകയാണ്. അപ്പോൾ ലിയക്കുട്ടിയെ ആദ്യം എല്ലാതും മേടിച്ച് കഴിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിൽ വരുന്നത്. അപ്പോൾ ഇപ്പോൾ 9 മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വെയിലാണ്. കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, നല്ല വെയിലാണ്. ഇപ്പം ഭയങ്കര ചൂടാണല്ലോ. നമ്മളെവിടെയെങ്കിലും പുറത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എത്രയും പെട്ടെന്ന് വീട്ടിൽ വരാനാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത്. അത്രയ്ക്ക് ചൂടാണ് നമുക്ക് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. അപ്പോൾ ആദ്യം ഇങ്ങനെ കിടന്ന് വിളിക്കുകയായിരുന്നു, വേഗം നമുക്ക് വീട്ടിൽ പോവാം. അവന് ഈ കോട്ടൊക്കെ ഇട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ അവന് ദേഷ്യവും വരുന്നുണ്ട്, നല്ല ചൂടും എടുക്കുന്നുണ്ട്. പൊതുവേ ആദ്യം പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ എപ്പം നമ്മൾ വീട്ടിൽ പോകും, എപ്പോൾ വീട്ടിൽ പോകും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയല്ല ആദ്യയുടെ സ്ഥിരം പണി. അപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് നടക്കുകയാണ്. നമ്മൾ നേരെ വീട്ടിൽ വന്നു. അപ്പോൾ നമുക്ക് രാവിലെ കഴിക്കാൻ അപ്പമാണ് ഉണ്ടാക്കിയത്. അപ്പത്തിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ ബീഫ് കറിയാണ്. അപ്പോൾ ശനിയാഴ്ച നമ്മൾ ബീഫ് മേടിച്ച് കഴിഞ്ഞാൽ അന്ന് രാത്രി നമ്മൾ ബീഫ് കറി വെച്ച് കഴിച്ചിട്ടേ നമ്മൾ ഉറങ്ങത്തുള്ളൂ. ഒട്ടുമിക്ക വീടുകളിലും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലേ. അപ്പോൾ നമ്മളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ തലേന്ന് വെച്ച ബീഫ് കറിയായിട്ട് നമ്മൾ രാവിലെ അപ്പം കഴിച്ചു. പക്ഷേ നമ്മളിന്ന് ഉച്ചയ്ക്കത്തെ പരിപാടി തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഉച്ചയ്ക്ക് നമ്മളിന്ന് ബീഫ് ബിരിയാണിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നലെ കുട്ടികൾ പറഞ്ഞു നാളെ നമുക്ക് ബീഫ് ബിരിയാണി മതിയെന്ന്. അപ്പോൾ ചില ആൾക്കാർ വരുമ്പോൾ ബിരിയാണി ചെയ്യുമ്പോൾ ഭയങ്കര ജോലി ഏതാണ്ടൊക്കെയാണ്. അപ്പം പറയും ഒരിക്കലും ഇല്ല, നമുക്ക് ഇവിടെ ബിരിയാണി എന്ന് പറയുന്നത് എളുപ്പമായിട്ടുള്ളൊരു ജോലി ആണ്. ബിരിയാണി ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പം നമ്മുടെ പണി തീർന്നു എന്നാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ബിരിയാണിക്കകത്ത് കുറച്ച് ക്യാരറ്റും കൂടി അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ മുകളിൽ. അപ്പോൾ കുട്ടികൾ പുതിയ മലക്കറി കഴിക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഇതിനകത്തൊക്കെ ഇച്ചിരി ക്യാരറ്റൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിക്കും. പിന്നെ നമ്മൾ ഇച്ചിരി ചിക്കനും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കനും കൂടി നമ്മൾ വറുത്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സാലഡ് കുറച്ചുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സാലഡിൽ ഉപ്പും കുരുമുളകും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് പപ്പടം ഇല്ലാതെ എന്ത് ബിരിയാണിയല്ലേ, അങ്ങനെ കുറച്ച് പപ്പടം കാഴ്ച വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കൻ വറുത്തതും. പിന്നെ നമുക്കിവിടെ മാങ്ങാച്ചാർ ഇരിപ്പുണ്ടായിരുന്നു. എപ്പോഴും നമ്മുടെ വീട്ടിൽ എപ്പോഴും അച്ചാർ ഇടുന്നത് കൊണ്ട് എന്തെങ്കിലും അച്ചാർ വീട്ടിൽ കാണും കേട്ടോ. ആദ്യകുട്ടിക്ക് കഴിക്കാൻ കൊടുത്തിരിക്കുകയാണ്. ആദ്യകുട്ടിക്ക് ബിരിയാണി എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. കൂടെ ചിക്കൻ വറുത്തതും കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട കേട്ടോ. കാരണം ഇന്ന് നമ്മൾ ബിരിയാണി ഉണ്ടാക്കി കൊടുത്ത് കഴിച്ച് കഴിഞ്ഞാണെങ്കിൽ നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും നിൽക്കും. രാവിലെ ആകുമ്പോഴും അവരും ബിരിയാണി മതിയെന്ന് പറഞ്ഞുകൊണ്ട് അധികം എന്തെങ്കിലും ഉണ്ടെങ്കിൽ രാവിലെ ബിരിയാണി ചൂടാക്കി കൊടുത്താൽ മതി കേട്ടോ ആദ്യക്ക്. അപ്പം നല്ല ആസ്വദിച്ച ആൾ ഭയങ്കര ഇഷ്ടത്തിൽ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ബിരിയാണിയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നല്ല ഉറക്കമായിരുന്നു. അപ്പം വൈകുന്നേരം എഴുന്നേറ്റതിന് ശേഷം നല്ല മഴയുടെയൊക്കെ ലക്ഷണം ഉണ്ടായിരുന്നു. ചെറുതായിട്ട് കുടുങ്ങിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാലും ചെടിക്ക് വെള്ളം ഒഴിക്കണമെന്ന് പറഞ്ഞിട്ട് ആദ്യം കേൾക്കുകയില്ല. ആദ്യമൊക്കെ ചെടിക്ക് വെള്ളം ഒഴിച്ചേ പറ്റത്തുള്ളൂ. ആദ്യമൊക്കെ ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കുന്ന സമയത്ത് തോനെ വെള്ളമൊക്കെ കൊണ്ടൊഴിക്കുമായിരുന്നു. അങ്ങനെ ചെടിയൊക്കെ നശിച്ചു പോകുന്നത് കാരണം നമ്മൾ കുറഞ്ഞതിന് ശേഷം കുറേശ്ശെ വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ടേ ഒഴിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം ഇങ്ങനെ ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കണം. നമ്മളന്നേരം പറയണത് ഇന്ന് മഴ പെയ്യും അതുകൊണ്ട് വെള്ളം ഒഴിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അവൻ കേൾക്കത്തില്ല. അവന് എന്ന് വെള്ളം ഒഴിക്കണമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അങ്ങനെ അവൻ ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കണം. അപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ ചെറിയ ചെറിയ ജോലിയൊക്കെ കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. കാരണം അല്ലെങ്കിൽ അവർ ഇപ്പോഴത്തെ കുട്ടികൾ അറിയാമല്ലോ, ഫോണിലൊക്കെ ഇങ്ങനെ എപ്പോഴും 24 മണിക്കൂർ ഫോണൊക്കെ ഉപയോഗിക്കുന്ന കുട്ടികളാണല്ലോ. അപ്പോൾ ഇതിനൊക്കെ കുഞ്ഞു കുഞ്ഞു ജോലികളൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും അവരതിൽ നിന്ന് മാറി നിൽക്കും. ചെടിയാണോ ഇത്? നോക്കട്ടെ, അതാണ് ആദ്യം ഏറ്റവും ഇഷ്ടപ്പെട്ട ചെടി. വാ വേഗം ചവിട്ടി വാ. ആദ്യകൂട്ട ലിയ ചേച്ചിയും കൂടി വിളിക്കാൻ എന്ത് സൈക്കിൾ ഔട്ടായി? എന്തേ പനിയായിരുന്നാ? അതുകൊണ്ട് ഉറക്കമാണോ? അപ്പൊ ഇന്ന് ആദ്യം മാത്രമേ ഉള്ളൂ സൈക്കിൾ ഔട്ടായി. ആ ശരി. ആടി റോഡിൽ ഇറങ്ങണ്ടേ, അങ്ങ് ആ വഴിയിൽ അവിടം വരെ പോയിട്ടിങ്ങനെ തിരിച്ചു വരണം. റോഡിൽ ഇറങ്ങണ്ട. ലിയ ചേച്ചി ഇല്ലല്ലേ ഇന്ന്? വേണമെങ്കിൽ അങ്ങ് വരെ പോയിട്ട് വരാറുണ്ട്. ഇനി വന്നോ? എങ്കിൽ വാ, സന്ധ്യ ആയില്ലേ, കുഴപ്പമില്ല.
ഇവിടെ തന്നെ മാത്രം ഇട്ട് ചവിട്ടിയാൽ മതി. എൻ്റെ വെക്കേഷൻ ഇല്ലേ, ഞാൻ എന്തൊക്കെ ചെയ്യുന്നതെന്ന് നിങ്ങൾ പറയണം. ഞാൻ എൻ്റെ വെക്കേഷനിൽ ഞാൻ സൈക്കിൾ ചവിട്ടുന്നു, ടാബ് കാണുന്നു, TV കാണുന്നു, പുറത്തൊക്കെ പോകുന്നു. അതാണ് എൻ്റെ ജോലിയില്ല. പിന്നെ ആദ്യം അവിടെ പോകും. പിന്നെ അവിടെ പുറത്ത് അടുത്ത പ്രാവശ്യം ഞാൻ പള്ളി പോകാനാണ് നാളെ. നാളെ പള്ളിപ്പെരുന്നാൾ തുടങ്ങിയാണ്. അപ്പൊ ഇനി എന്നും പള്ളിയിൽ പോവല്ലേ? ഈ പ്രാവശ്യം പള്ളി പെരുന്നാൾ എന്താ മേടിക്കാതിരിക്കുന്ന ആദ്യം? പിന്നെ ഒരു ദിവസം പള്ളിപ്പെരുന്നാൾ കഴിഞ്ഞിട്ട് പള്ളിപ്പെരുന്നാൾ കഴിഞ്ഞിട്ടില്ലേ, പിന്നെ രണ്ടാമത്തെ ദിവസം അപ്പൊ സാധനങ്ങളൊക്കെ അന്നേരം സാധനം പേടിക്കാം. അല്ല ഇയാളെ എന്താണ് സാധനം പേടിക്കുന്നത് ഈ പ്രാവശ്യം ആദ്യക്കുട്ടൻ? അതാ ചോദിച്ചത്. തോക്കാണ് പേടിക്കുന്നത്. പിന്നെ അത് മാത്രം മതി. എല്ലാ ദിവസവും പള്ളിയിൽ പോവും. പള്ളിയിൽ പോകുന്ന ഇയാൾ എന്താ കാണാൻ? എന്താ കാണാൻ? കുർബാന കാണാൻ. അത് കഴിഞ്ഞ് പിന്നെ എന്ത് ചെയ്യും? വീട്ടിൽ പോകും. കുർബാനയൊക്കെ കണ്ടിട്ട് പള്ളിയിൽ ഇതൊന്നും കാണണ്ടേ? ലൈറ്റും കാഴ്ചകളും ഇതൊക്കെ കാണണ്ടേ? കടകളൊക്കെ കാണണം. കടയിൽ നിന്നൊക്കെ സാധനം മേടിക്കണം. പിന്നെ എല്ലാം കഴിയുമ്പോൾ വീട്ടിൽ വരും അല്ലേ? അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, തൊട്ട ബെല്ലിലേക്ക് പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നേക്കാം. അപ്പോൾ ബൈ.